ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് തോമസ് റാന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം, പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. പുതിയൊരു ദിവസം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. ദൈവത്തിൻ്റെ എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്ത് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഈ വേദഭാഗം നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഭാഗമാണ്. വേദപുസ്തകം പരിചയമുള്ളവർക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതാനുഭവത്തിൽ താൻ കൊരിന്ത്യരോട് തൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു രംഗമാണ്. ഈ 12-ാം അധ്യായം നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായ ആ ദർശനത്തെക്കുറിച്ച് ആണ് ഈ 12-ാം അധ്യായത്തിൻ്റെ ആ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലനിവിടെ പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. എന്നാൽ ഇവിടെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യം, അപ്പോസ്തലനായ പൗലോസിന് അനേകം വെളിപ്പാടുകൾ, പുതിയ നിയമസഭയ്ക്ക് അനേകം വെളിപ്പാടുകൾ തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത അനേക ആത്മീയ സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവം തൻ്റെ ദാസനിലൂടെ അനേകം ദൈവസഭയ്ക്കുള്ള ഉപദേശ സത്യങ്ങൾ, സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഒക്കെ തനിക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. അനേകം ലേഖനങ്ങൾ, 14 ലേഖനങ്ങളോളം പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവസഭയ്ക്ക് ലഭിച്ചു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നാം വായിക്കുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. പൗലോസിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ ആത്മീയ അനുഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും തനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇത്രമാത്രം സത്യങ്ങൾ, ഇത്രമാത്രം വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചു. താൻ ജഡശരീരത്തിലാണ്, താഴ്ചയുള്ള ശരീരത്തിലാണ്, നിഗളിച്ചു പോകാവുന്ന ഒരു ജീവിതത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജഡശരീരത്തിലാണ് താൻ ആയിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് തനിക്കുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
പൗലോസ് അപ്പോസ്തലൻ്റെ ജഡത്തിലെ ശൂലം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിലും അത് തന്നെ ജീവിതത്തിൽ വളരെയധികം തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൻ്റെ ശരീരത്തിലെ എന്തെങ്കിലും ബലഹീനതകളായിരിക്കാം ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവ് തനിക്ക് ഇവിടെ താൻ തന്നെ മനസ്സിലാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതെന്തിനു വേണ്ടിയാണ് തന്നത്? താൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ. നമുക്കറിയാം, നിഗളം എന്ന് പറയുന്നത് അത് ദൈവം വെറുക്കുന്ന ഒരു വലിയ പാപമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ്റെ ഒരു ദൂതനെ താൻ കൂടുതൽ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുവാനായിട്ട് ഇടയാകാതെ വണ്ണം താൻ കൂടുതൽ തൻ്റെ ബലഹീനതകളിലേക്ക് താൻ എത്രയോ ബലഹീനനാണ്, കുറവുള്ളവനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് തൻ്റെ ജഡത്തിലെ ആ ശൂലം അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ ദൂതൻ തന്നെ എപ്പോഴും കുത്തുവാനായിട്ട് സാത്താൻ്റെ ദൂതനെ തന്നെ നിയോഗിച്ചിരിക്കുന്നതായിട്ട് ദൈവം നിയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ തൻ്റെ ജഡത്തിലെ ആ ശൂലം എന്തായിരുന്നു? തന്നെ ബുദ്ധിമുട്ടിച്ച തൻ്റെ ആത്മീയമായ ശുശ്രൂഷകളിൽ കൂടുതൽ തനിക്ക് പലപ്പോഴും ആ ജഡത്തിലെ ശൂലം ബുദ്ധിമുട്ടായിട്ട് തീർന്നു. താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഇതൊന്ന് മാറിയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാമായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് യാത്ര ചെയ്ത് അനേക സ്ഥലങ്ങളിൽ പോയി ആത്മാക്കളെ നേടാമായിരുന്നു എന്ന് താൻ പലപ്പോഴും ആഗ്രഹിച്ചു. അപ്പോൾ താൻ ആത്മാർത്ഥമായിട്ട് 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനോട് അപേക്ഷിച്ചു 3 വട്ടം. എന്നാൽ കർത്താവ് അവന് മറുപടി നൽകിയത് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ദാസന് ദൈവം കൊടുത്ത, യേശു കർത്താവ് കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ശാരീരികമായ രോഗം ആയിരിക്കാം, അത്രമാത്രം തന്നെ ബുദ്ധിമുട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന സാത്താൻ്റെ ദൂതൻ കുത്തുന്ന അല്ലെങ്കിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന തൻ്റെ ശരീരത്തിൽ, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു. അതൊന്ന് വിട്ടുമാറുവാനായിട്ട് താൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചു. എന്നാൽ ഇവിടെ തനിക്ക് ലഭിച്ച ഉത്തരം എന്ന് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിന് ആ വലിയ ഉത്തരം, ആ മറുപടി, കർത്താവിൽ നിന്ന് ലഭിച്ച മറുപടി തൻ്റെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെത്ര ആശ്വാസകരമായ, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പലപ്പോഴും ചിലപ്പോൾ ചില പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, രോഗത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ഒക്കെ കടന്നു പോയി എന്ന് വരാം. എന്നാൽ അതൊന്ന് പൂർണ്ണമായിട്ടും മാറുവാനായിട്ട് നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അപാരമായ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജഡത്തിലെ ശൂലം പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാമായിരുന്നു. എന്നാൽ അത് അവിടെ ഇരിക്കട്ടെ, അതിലൂടെ തൻ്റെ ബലഹീനതകളിൽ കൂടെ ദൈവകൃപ ധാരാളമായിട്ട് പൗലോസിന് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നാം പലപ്പോഴും ബലഹീനരാകുമ്പോൾ, ശക്തിരഹിതരായിത്തീരുമ്പോൾ, എന്നെക്കൊണ്ട് ഇനി ഒന്നും കഴിയുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ ശക്തി, യേശു കർത്താവിൻ്റെ ശക്തി നമ്മുടെ ഈ ബലഹീനമായ
ജീവിതത്തിലേക്ക് ദൈവം പകർന്നു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമുക്ക് ഈ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ശക്തിപ്പെടുവാനായിട്ടിടയായി തീരട്ടെ. രോഗസൗഖ്യത്തേക്കാൾ അല്ലെങ്കിൽ ശാരീരികമായ ബലഹീനത മാറിയിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം എന്നുള്ളതല്ല. അതോടുകൂടെ ചേർന്നുകൊണ്ട് ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ, പിൻപറ്റുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പൗലോസ് പറയുന്നത്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഹൃദയത്തിലെ അനുഭവം അതിസന്തോഷത്തോടെ, കർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് ഉത്തരം നൽകിയില്ല, എൻ്റെ രോഗത്തിന് സൗഖ്യം തന്നില്ല എന്ന് ഒരു വിഷമമല്ല ഇവിടെ പറയുന്നത്. അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ദൈവം തരുന്ന പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വേദനയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ദൈവം നമ്മെ നടത്തിയെന്നിരിക്കും. അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് അനുഭവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലും ആ മതിയായ ദൈവകൃപ ദിനംതോറും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഒരു ഉന്നതമായ ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അധ്വാനിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ആ നിലയിൽ അനുഗ്രഹപ്രദമായി തീരട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.